പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ലേണേഴ്സ് ഹബിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാനേജ്മെന്റിൽ ഓർഗനൈസിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിലൊക്കെ നമ്മുടെ ക്ലാസ്സുകളെല്ലാം കണ്ട് പഠിക്കുന്നുണ്ടെന്നുള്ളത് വിചാരിക്കുന്നു. എക്സാം സീരീസുകൾ എല്ലാവരും പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യണം എന്നുള്ള കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് നോക്കാം ഓർഗനൈസിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടതെന്നുള്ളത്. ഫസ്റ്റ് നമുക്ക് നോക്കാം, ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്. നമ്മൾ പഴയ ക്ലാസ്സുകളിൽ മുതൽ നമ്മൾ പഠിക്കുന്നതാണ്. ഒരു ഓർഗനൈസേഷനിലുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ ഓർഗനൈസേഷനിലുണ്ട്. എന്തൊക്കെയാണ്? ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റികളുണ്ട്, ഫിനാൻഷ്യൽ പരമായിട്ടുള്ള ആക്ടിവിറ്റികളുണ്ട്, അതുപോലെ ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ടുള്ള ആക്ടിവിറ്റികളൊക്കെ ഒരു ഓർഗനൈസേഷനിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ആക്ടിവിറ്റികളെല്ലാം എന്ത് ചെയ്യുന്നു? ഒരുമിപ്പിക്കുന്നു, കോർഡിനേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ആക്ടിവിറ്റികളൊക്കെ ഗ്രൂപ്പ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഒരു കോമൺ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഓർഗനൈസേഷനിൽ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് നോക്കാം, ഓർഗനൈസിംഗ് റെഫേഴ്സ് ടു എന്തൊക്കെയാണ്? ഐഡന്റിഫൈയിങ് ആൻഡ് ഗ്രൂപ്പിംഗ് ആക്ടിവിറ്റീസ്. എന്താ പറയുന്നത്? ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡന്റിഫൈയിങ് ആൻഡ് ഗ്രൂപ്പിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് ബ്രിങ്ങിങ് ടുഗദർ. എന്തൊക്കെയാണ് ബ്രിങ്ങിങ് ടുഗദർ എന്ന് പറഞ്ഞാൽ എന്താ? എന്തൊക്കെയാണ് ഒരുമിപ്പിക്കുന്നത്? ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റി, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റി, ഹ്യൂമൻ റിസോഴ്സ് ആക്ടിവിറ്റികളൊക്കെ എന്ത് ചെയ്യാണ്? ഒരുമിപ്പിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ്? ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ ഹ്യൂമൻ റിസോഴ്സ് ആക്ടിവിറ്റികളെ ഐഡന്റിഫൈ ചെയ്യുന്നു, അതിനെ ഗ്രൂപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? അതിനെ ഒരുമിപ്പിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? എക്സ്റ്റാബ്ലിഷിംഗ് പ്രൊഡക്റ്റീവ് റിലേഷൻഷിപ്പ് ടു അച്ചീവിങ് എ സ്പെസിഫിക് ഗോൾസ്. ഒരു സ്പെസിഫിക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണത്? ഐഡന്റിഫൈ ചെയ്യുകയും ഗ്രൂപ്പിംഗ് ചെയ്യുക, അല്ലെങ്കിൽ അതിനൊക്കെ ഒരുമിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ടെറി എന്ന് പറയുന്ന ഒരു വ്യക്തി, അക്കോർഡിംഗ് ടു ടെറി, ഓർഗനൈസിംഗ് ഈസ് ദി പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് എഫക്റ്റീവ് അതോറിറ്റി റിലേഷൻഷിപ്പ് എമംഗ് സെലക്ടഡ് വർക്കേഴ്സ്, പേഴ്സൺസ് ആൻഡ് വർക്ക് പ്ലേസസ് ഫോർ ദി ഗ്രൂപ്പ് ഓർ വർക്കിംഗ് ടുഗദർ. അതായത് ടെറി എന്ന് പറയുന്ന ആൾ പറയുന്നത്, ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സുകളൊക്കെ എന്ത് ചെയ്യാണ്? ഗ്രൂപ്പ് ചെയ്യലാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഓർഗനൈസിംഗ് പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ അവിടെ അതോറിറ്റി എന്തായിരിക്കും? എസ്റ്റാബ്ലിഷിംഗ് എഫക്റ്റീവ് അതോറിറ്റി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെലക്ടഡ് വർക്കേഴ്സ്. അറിയാലോ, നമ്മുടെ ഓർഗനൈസേഷനിൽ അതോറിറ്റികൾ എങ്ങനെയാണ്? ഒന്ന് ടോപ്പ് ലെവൽ ഉണ്ടായിരിക്കും, മിഡിൽ ലെവൽ ഉണ്ടായിരിക്കും, ദെൻ ലോവർ ലെവൽ ഉണ്ടായിരിക്കും. സോ ഈ ഇങ്ങനെയുള്ള ഹ്യൂമൻ റിസോഴ്സസുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ അതോറിറ്റി നമ്മൾ എന്ത് ചെയ്യൂടാ? പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് ആര് പറയുന്ന കാര്യങ്ങളാണ്, ആരാണ് അത് അനുസരിക്കേണ്ടത്, ആരാണ് അത് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത്, പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്യുന്നത് ഏത് വഴിയാണെന്നാണ് പറയുന്നത്? ഈ ഓർഗനൈസിങ് വഴിയാണെന്നുള്ളതാണ് ടെറി എന്ന് പറയുന്ന ആൾ ഓർഗനൈസിങ്ങിനെ പറ്റിയിട്ട് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് നോക്കാം, വാട്ട് ആർ ദി സ്റ്റെപ്സ് ഇൻ പ്രോസസ്സിങ് ഓർഗനൈസിങ്. എന്തൊക്കെയാണ് ഓർഗനൈസിങ്ങിൽ വരുന്ന പ്രോസസ്സുകൾ അല്ലെങ്കിൽ സ്റ്റെപ്പ് എന്നുള്ളത് നോക്കാം. ഡിഫൈനിങ് ഒബ്ജക്റ്റീവ്സ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഒബ്ജക്റ്റീവ് നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. എന്താ പറയണത്? ദ ഫസ്റ്റ് സ്റ്റെപ്സ് ടു ക്രിയേറ്റിംഗ് എ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഈസ് ടു ഡിഫൈൻ ഒബ്ജക്റ്റീവ്സ് ക്ലിയർലി. നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനിലെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ട് വെച്ചിരിക്കണം. അടുത്ത പറയുകയാണ് ഡിറ്റർമൈനിങ് ആക്ടിവിറ്റീസ്. അത് കഴിഞ്ഞ് നമ്മൾ ആ ഓർഗനൈസേഷനിൽ എന്തൊക്കെ ആക്ടിവിറ്റികൾ ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം? അവിടെ ഐഡന്റിഫൈ ചെയ്യണം. ഐഡന്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഡിറ്റർമൈൻ ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഡിഫൈനിങ് ഒബ്ജക്റ്റീവ്സ് ആണ്. രണ്ടാമത്തെ എന്താണ്? ഡിറ്റർമൈൻ ആക്ടിവിറ്റീസ് ആണ്. എന്താ പറഞ്ഞത്? അതിൽ ഐഡന്റിഫൈ ആൻഡ് ലിസ്റ്റ് ഓൾ ആക്ടിവിറ്റീസ് റിക്വയർഡ് ടു അച്ചീവ് ദി ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസുകളും നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. ദെൻ ആക്ടിവിറ്റീസ് ഡിപ്പെൻഡ് ഓൺ ദി നേച്ചർ ആൻഡ് സൈസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഈ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ എന്തുമായി ബന്ധപ്പെട്ട് കിടക്കണം? നമ്മുടെ ബിസിനസിന്റെ നേച്ചർ അല്ലെങ്കിൽ ബിസിനസിന്റെ സൈസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റീസുകളായിരിക്കണം. ഫോർ എക്സാമ്പിൾ, എന്തൊക്കെ ആക്ടിവിറ്റീസുകളാണ് ഒരു ബിസിനസ്സിൽ ഉണ്ടാവുക? നിങ്ങൾ തന്നെ തിങ്ക് ചെയ്ത് നോക്കിയാൽ, ഒന്ന് പ്രൊഡക്ഷൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് റിലേറ്റഡ്, അല്ലേ? പിന്നെ എന്തൊക്കെ ഉണ്ടായിരിക്കും? സെയിൽസ് റിലേറ്റഡ്, ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലേ? പ്രൊഡക്ഷൻ പരമായിട്ടുള്ള നമ്മൾ പറഞ്ഞു, അഡ്വർടൈസ് പരമായിട്ടുള്ള കാര്യങ്ങൾ വേറെ ഉണ്ടായിരിക്കും. സോ ഇങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസുകളും നമ്മൾ എന്ത് ചെയ്യണം? അത് ഐഡന്റിഫൈ ചെയ്യണം. ഈ ആക്ടിവിറ്റീസുകൾ എന്ത് ബേസ് ചെയ്തായിരിക്കണം എന്നാണ് പറയണത്? ബിസിനസിന്റെ നേച്ചർ, എങ്ങനെയുള്ള ബിസിനസ് ആണ്, അല്ലെങ്കിൽ സൈസ്, ലാർജ് സ്കെയിൽ ആണോ, സ്മോൾ സ്കെയിൽ ആണോ, മീഡിയം സ്കെയിൽ ആണോ, ഇതിനൊക്കെ ബേസ് ചെയ്തായിരിക്കണം നമ്മൾ ആ ആക്ടിവിറ്റീസുകൾ എന്ത് ചെയ്യേണ്ടത്? ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ക്ലിയർ? ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്താണ്? ഡിഫൈനിങ് ഒബ്ജക്റ്റീവ്സ്. രണ്ടാമത്തെ എന്താണ്? ഡിറ്റർമൈൻ ആക്ടിവിറ്റീസ്. മൂന്നാമത്തെ നമുക്ക് നോക്കാം, ഗ്രൂപ്പിംഗ് ആക്ടിവിറ്റീസ്. എന്ത് ചെയ്യണം? നമ്മൾ ആക്ടിവിറ്റീസ് ഒക്കെ ഡിറ്റർമൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഗ്രൂപ്പ് ചെയ്യണം, ഓരോ ഗ്രൂപ്പിന്റെ അണ്ടറിലേക്ക് കൊണ്ടുവരണം. നോക്കാം, ക്ലാസിഫൈ ആക്ടിവിറ്റീസ് ഇൻ ഡിപ്പാർട്ട്മെന്റ്സ് ഓർ ഗ്രൂപ്പ് ബേസ്ഡ് ഓൺ ദി ഫംഗ്ഷൻ, പ്രൊഡക്റ്റ് ഓർ കസ്റ്റമേഴ്സ്. ശ്രദ്ധിക്കുക, എന്തിൻ്റെ ഒക്കെ ബേസിലാണ്? ഫംഗ്ഷൻസിന്റെ ബേസിൽ, അതുപോലെ തന്നെ പ്രൊഡക്റ്റിന്റെ ബേസിൽ, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന്റെ ബേസിലൊക്കെ എന്ത് ചെയ്യണം? ഈ ആക്ടിവിറ്റീസുകൾ നമ്മൾ എന്ത് ചെയ്യണം?
പ്രോപ്പറായിട്ട് ക്ലാസിഫൈ ചെയ്യണം. അതായത് കുറേ ആക്ടിവിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ കാര്യങ്ങൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ കാര്യങ്ങൾ മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിൽ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, അഡ്വർടൈസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ആണെന്ന് അഡ്വർടൈസിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, ഇങ്ങനെ നമ്മൾ അതിന് എന്ത് ചെയ്യണം, ഗ്രൂപ്പിംഗ് ചെയ്യണം എന്നാണ് പറയുന്നത്. ദെൻ സിമിലർ ആക്ടിവിറ്റീസ് ആർ ഗ്രൂപ്പ്ഡ് ഫ്രം എ ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഒരേപോലെയുള്ള ആക്ടിവിറ്റീസുകളൊക്കെ എന്ത് ചെയ്യുക, ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ചെയ്യുക, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്, ഗ്രൂപ്പിംഗ് ആക്ടിവിറ്റീസ് ആണ്. ഇനി നോക്കുക, അടുത്തതാണ് അസൈനിങ് ഡ്യൂട്ടീസ് എന്നാണ് പറയുന്നത്. അലോക്കേറ്റ് ടാസ്ക് ടു ഇൻഡിവിജ്വൽ ബേസ്ഡ് ഓൺ ദെയർ എബിലിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. ഓരോ റിസോഴ്സ്, ഓരോ ഹ്യൂമൻ റിസോഴ്സസ്, ഓരോ വർക്കേഴ്സിൻ്റെ എബിലിറ്റിക്കും ആപ്റ്റിറ്റ്യൂഡിനും അനുസരിച്ച് എന്ത് ചെയ്യുക, അവർക്ക് അതിനനുസരിച്ചുള്ള വർക്ക് കൊടുക്കുക. ഇപ്പോൾ അക്കൗണ്ടിങ് മേഖലകളിൽ കൂടുതൽ കഴിവുള്ള ആളാണെന്ന് വെച്ചെങ്കിൽ ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇടുക. കൂടുതൽ ടോക്കറ്റീവ് ആൾക്കാരായിട്ട് കൂടുതൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ചെയ്യുക. ക്രിയേറ്റിവിറ്റി ഒക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, അവർ അപ്പോയിൻമെൻറ്റ് ചെയ്യുക. സോ അതാണ് പറയുന്നത്, ഓരോ ആൾക്കാർക്കും അവരുടെ കഴിവിനനുസരിച്ചുള്ള ഡ്യൂട്ടികൾ എന്ത് ചെയ്യാടാ, അസൈൻ ചെയ്ത് കൊടുക്കുക. ദെൻ ക്ലിയർലി ഡിഫൈൻ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ. അത് മാത്രം പോരാ, അവിടെ എന്ത് ചെയ്യാനോടാ, അസൈൻ ചെയ്ത് കൊടുത്താൽ മാറാ ഓരോ ആൾക്കാരുടെയും റെസ്പോൺസിബിലിറ്റി എന്താണ് എന്നുള്ളത് അവിടെ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കണം. സോ അതാണ് അസൈൻ ഡ്യൂട്ടിയിൽ വരുന്ന എന്തൊക്കെ പറയണത്, ഒന്ന് അവരുടെ എബിലിറ്റി ആപ്റ്റിറ്റ്യൂഡിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ ക്ലിയർലി അവരുടെ റെസ്പോൺസിബിലിറ്റി, അവരെന്തിനൊക്കെയാണ് അവർ ഉത്തരവാദിത്തം പറയേണ്ടത് എന്നുള്ള ഇതും കൂടി അവിടെ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ പ്രോപ്പറായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. സോ 4 സ്റ്റെപ്പ് നമ്മളിപ്പോൾ പഠിച്ചു. ഏതൊക്കെയാടാ, ഡിഫൈനിങ് ഒബ്ജക്റ്റീവ്സ്, രണ്ടാമത്തെ ഡിറ്റർമൈൻ ആക്ടിവിറ്റി, മൂന്നാമത്തെ ഗ്രൂപ്പിംഗ് ആക്ടിവിറ്റീസ്, നാലാമത്തെ അസൈനിങ് ഡ്യൂട്ടീസ്. അടുത്ത നോക്കാം, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആൾക്കാർക്ക് ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ കൊടുത്തു, റെസ്പോൺസിബിലിറ്റി ഒക്കെ ഫിക്സ് ചെയ്തു. ഇനി പറയാണ്, അവിടെ എന്ത് ചെയ്യണം, അതോറിറ്റിയും കൂടെ, നമ്മൾ വെറുതെ ഡ്യൂട്ടി മാത്രം കാര്യങ്ങളൊന്നും കൊടുത്താൽ പോരാ, അത് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അധികാരവും അവർക്ക് കൊടുക്കണം. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, എല്ലാവർക്കും ആ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അതോറിറ്റിയും നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറയണത്, നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കണം. പ്രൊവൈഡ് ഈച്ച് ഇൻഡിവിജ്വൽ വിത്ത് അതോറിറ്റി നെസസറി ടു പെർഫോം അസൈൻഡ് ടാസ്ക്. അല്ലെ, ഏതൊരു വ്യക്തിക്ക്, ഇപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ ഒരു വർക്ക്, ഒരു കാര്യം നമ്മുടെ സുപ്പീരിയർ അല്ലെങ്കിൽ നമ്മൾ ജോലി സ്ഥലത്ത് ഒരാൾ നമുക്ക് തന്നു കഴിഞ്ഞാൽ അത് ചെയ്ത് തീർക്കാനുള്ള അതോറിറ്റി കൂടി നമുക്ക് തരണം. അല്ലെ, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യിക്കാനുള്ള അതോറിറ്റി നമുക്ക് എന്താണ്, പിന്നെ നമുക്കൊരു കംപ്ലീറ്റ് ഫ്രീഡം ഉണ്ടായിരിക്കണം ആ ജോലി ചെയ്യുന്നതിൽ. അല്ലേ, സോ അതാണ് പറയുന്നത്, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി പ്രോപ്പറായിട്ട് കൊടുക്കണം. അതോറിറ്റി ഫ്ലോ ടോപ്പ് ടു ഡൗൺ. അതോറിറ്റി എപ്പോഴും ഫ്ലോ ഉണ്ടാവുക, മറക്കരുത്, ടോപ്പ് ടു ഡൗൺ എന്നായിരിക്കും, മുകളിൽ നിന്നായിരിക്കും. അല്ലേ, നമുക്ക് നമ്മുടെ സീനിയർ ആരാണോ അവരായിരിക്കും നമുക്ക് എന്തുണ്ടായിരിക്കുക, ഇന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഫുൾ അതോറിറ്റി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടായിരിക്കുക. സോ അതോറിറ്റി എപ്പോഴും അതിൻ്റെ ഫ്ലോ എങ്ങനെയായിരിക്കും എന്നാണ് പറയണത്, ടോപ്പ് ടു ഡൗൺ ആയിരിക്കും എന്നാണ് പറയണത്. വൈൽ റെസ്പോൺസിബിലിറ്റി എപ്പോഴും എങ്ങനെയുണ്ടായിരിക്കുക, ബോട്ടം ടു അപ്പ്. അതൊന്ന് ശ്രദ്ധിച്ച് വെക്കണം കേട്ടോ. അതോറിറ്റി എന്ന് പറയുന്നതിൻ്റെ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിൽ നിന്ന് താഴോട്ടായിരിക്കും വരിക, ടോപ്പ് ഡൗൺ ആയിരിക്കും. പക്ഷേ ഇതാണ് അതോറിറ്റിയുടെ ഇതെന്ന് പറഞ്ഞാൽ. പക്ഷേ റെസ്പോൺസിബിലിറ്റി എങ്ങനെയാണ് മക്കളെ, റെസ്പോൺസിബിലിറ്റി എപ്പോഴും താഴ്ന്ന് മുകളിലേക്കായിരിക്കും, ബോട്ടം ടു അപ്പ് ആയിരിക്കും പോകുന്നുണ്ടായിരിക്കുക എന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പം അടുത്ത നമ്മുടെ ആറാമത്തെ സ്റ്റെപ്പാണ്, അഞ്ചാമത്തെ സ്റ്റെപ്പാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. ഇനി ആറാമത്തെ സ്റ്റെപ്പാണ് കോർഡിനേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. എന്താണ് ആറാമത്തെ സ്റ്റെപ്പ്, എന്താണ്, കോർഡിനേറ്റിംഗ് ആക്ടിവിറ്റി. സിങ്ക്രണൈസസ് ദ എഫേർട്ട് ഓഫ് ദി ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ടു എൻഷുർ എഫക്റ്റീവ് പെർഫോമൻസ്. എല്ലാ ആക്ടിവിറ്റീസുകളും അവിടെ എന്ത് ചെയ്യാന്ന് പറഞ്ഞു, പല ഡിപ്പാർട്ട്മെൻറ്റുകളെന്ന് പറഞ്ഞ് മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ, അഡ്വർടൈസ്മെന്റ് എന്നൊക്കെ പറഞ്ഞ കുറേ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. സോ ഈ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ എല്ലാ ആക്ടിവിറ്റീസുകളും എന്ത് ചെയ്യണമെന്നാണ് പറയണത്, കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആറാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത്. ഈ സെഷൻ്റെ അടുത്തൊരു പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് പ്രൊവിഷൻ ഓഫ് ഫിസിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. നോക്കാം, പ്രൊവൈഡ് ഫെസിലിറ്റീസ് ലൈക്ക് വെന്റിലേഷൻ, ലൈറ്റ്നിങ്, റീക്രിയേഷൻ ആൻഡ് റെസ്റ്റ് റൂംസ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്കൊരു ഓർഗനൈസേഷനിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എംപ്ലോയീസിന് ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ പ്രൊവൈഡ് ഫെസിലിറ്റി, എന്തൊക്കെയാണ്, വെന്റിലേഷൻ, അതായത് നമുക്ക് എയറും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നതിന്, പിന്നെ ലൈറ്റിംഗ് ഫെസിലിറ്റികൾ കറക്റ്റ് ആയിരിക്കണം, റീക്രിയേഷൻസ് കാര്യങ്ങൾ ചെയ്യണം, അതുപോലെ റെസ്റ്റ് റൂം ഫെസിലിറ്റീസുകൾ, വാഷ്റൂം കാര്യങ്ങളും പ്രോപ്പറായിട്ട് കൊടുക്കണം. അതൊക്കെ എന്താണ്, ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സോ ഇത് പ്രോപ്പറായിട്ട് ഒരു ഓർഗനൈസേഷനിൽ ചെയ്യണം എന്നുള്ളതാണ് പ്രൊവിഷൻ ഫോർ ഫിസിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് എൻവയോൺമെൻറ്റ് എന്നുള്ള രീതിയിൽ ഈ ഒരു സ്റ്റെപ്പിൽ പ്രധാനമായിട്ട് പറയണത്. ഓക്കെ, അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്ട്രക്ചറൽ റിലേഷൻഷിപ്പ്, അടുത്ത സ്റ്റെപ്പാണ്. ഒരു സ്ട്രക്ചറൽ റിലേഷൻഷിപ്പ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ദാറ്റ് മീൻസ് നമുക്കറിയാം, ഒരു ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്,
സെയിൽസ്, അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകളുണ്ടടാ. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഇതിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് മോശമായിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എൻ്റയർ ഓർഗനൈസേഷനെ ബാധിക്കും. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും തമ്മിലുള്ള ഒരു പ്രോപ്പർ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നല്ലൊരു കോർഡിനേഷൻ വേണം എന്നുള്ളത് എന്താണ് ഓർഗനൈസേഷൻ്റെ സക്സസ്സിലേക്ക് എത്തുന്നതിന് നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് പറയണത്, നമ്മൾ ഓർഗനൈസിങ്ങിൽ നമ്മൾ അത് സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകാരും തമ്മിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നോക്കാം, ക്ലിയർലി ഡിഫൈൻ ദി സ്ട്രക്ചറൽ റിലേഷൻഷിപ്പ് എമംഗ് ദി ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ് ഫോർ ഓവറോൾ കൺട്രോൾ ഓഫ് ദി ഓർഗനൈസേഷൻ. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ ഏതൊക്കെ സ്റ്റെപ്പുകളാണ് പഠിച്ചത്? ഒന്ന്, ഡിഫൈനിങ് ഒബ്ജക്റ്റീവ്സ് ഫസ്റ്റ് സ്റ്റെപ്പ്, ദെൻ ഡിറ്റർമൈൻ ആക്ടിവിറ്റീസ്, ഗ്രൂപ്പ് ചെയ്യണം ആക്ടിവിറ്റീസിനെ, അത് കഴിഞ്ഞാൽ അതിന് അസൈൻ ചെയ്യണം ഡ്യൂട്ടീസ്, പിന്നെ അതോറിറ്റി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു, ഡെലിഗേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു, പിന്നെ കോർഡിനേറ്റിംഗ് ആക്ടിവിറ്റീസ്, ഓർഗനൈസേഷണൽ ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യണം. പിന്നെ ഇപ്പോൾ പഠിച്ചു പ്രൊവിഷൻ ഓഫ് ഫിസിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് എൻവയോൺമെന്റ്, ദെൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്ട്രക്ചറൽ റിലേഷൻഷിപ്പ് എന്നുള്ളത് പഠിച്ചു. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് റിഗാർഡിംഗ് ദി ഓർഗനൈസേഷൻ. നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്തൊക്കെ പ്രിൻസിപ്പിൾസുകളാണ് ഓർഗനൈസേഷനുകളുള്ളത് നോക്കാം. ഫസ്റ്റ് പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. നമ്മൾ സ്റ്റെപ്പ് പറയുമ്പോൾ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്തായിരിക്കണടാ, നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും, നമുക്കൊരു എയിം ഉണ്ടായിരിക്കും. ആ എയിമിനോട് അനുബന്ധിച്ചിട്ടുള്ള ആ എയിം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മേക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതാണ് പറയുന്നത്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഷുഡ് ബി ബേസ്ഡ് ഓൺ ക്ലിയർലി ഡിഫൈൻഡ് ഒബ്ജക്റ്റീവ്സ്. നമ്മൾ എന്താണോ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റീവ് അത് ബേസ് ചെയ്തിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സെറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കാം, ഡിവിഷൻ ഓഫ് ലേബർ. ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൈൻ വർക്ക് അക്കോർഡിംഗ് ടു എബിലിറ്റി, എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഓരോ എംപ്ലോയീസിൻ്റെ അല്ലെങ്കിൽ ഓരോ വർക്കേഴ്സിൻ്റെയും എബിലിറ്റി അതുപോലെ അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ സ്കില്ല് അനുസരിച്ചിട്ട് വേണം അവർക്ക് വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ, അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവന് എന്ത് ചെയ്യാം, അവന് ഫിനാൻസ് മേഖല, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരുത്താം. ഇതെല്ലാം ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എടുക്കാം. അങ്ങനെ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും എന്ത് ചെയ്യണം, ആൾക്കാർ സെറ്റ് ചെയ്യുമ്പോൾ സ്കിൽ അനുസരിച്ചിട്ടും അതുപോലെ അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒക്കെ അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്തുണ്ടായിരിക്കും, റിപ്പീറ്റേഷൻ ലീഡ്സ് ടു സ്പെഷ്യലൈസേഷൻ ആൻഡ് ഹയർ പ്രൊഡക്ടിവിറ്റി. അപ്പോൾ ഇങ്ങനെ നമുക്ക് കൊടുക്കുമ്പോൾ റിപ്പീറ്റേഷൻ ലീഡ്സ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് തന്നെ ഇപ്പോൾ അക്കൗണ്ടിങ്ങിലുള്ള ഒരു വ്യക്തിക്ക് അക്കൗണ്ടിങ് ജോബ് മാത്രം കൊടുക്കുക, വേറൊരു വർക്കും മാറ്റി മാറ്റി കൊടുക്കാതെ അവന് ആ ഒരു വർക്ക് മാത്രം റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ആൾക്കാരുടെ പ്രൊഡക്ടിവിറ്റി ഒക്കെ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, പ്രിൻസിപ്പിൾസ് ഓഫ് ഡെഫിനിഷൻസ് എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് ഡെഫിനിഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ഫങ്ഷൻസുകളും റെസ്പോൺസിബിലിറ്റികളും അതോറിറ്റികളും അല്ലെങ്കിൽ റിലേഷൻഷിപ്പും ഒക്കെ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്യണം. അതായത് ടോപ്പ് ലെവലിലെ മാനേജർമാരാണെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്താണ്, അതുപോലെ തന്നെ എംപ്ലോയി ആണെന്ന് വെച്ചെങ്കിൽ അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, ഇങ്ങനെ പ്രോപ്പറായിട്ട് അവരവരുടെ റെസ്പോൺസിബിലിറ്റികളും അതോറിറ്റികളും നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറയണത്, ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടായിരിക്കണം. അതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെഫിനിഷനിൽ പറയണത്. നെക്സ്റ്റ് ആണ് സ്കേലാർ ചെയിൻ എന്ന് പറയുന്നത്. നമ്മൾ 14 പ്രിൻസിപ്പിൾസുകളൊക്കെ പഠിച്ചിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ് സ്കേലാർ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നോക്കാം, എസ്റ്റാബ്ലിഷ് എ അൺബ്രോക്കൺ ലൈൻ ഓഫ് അതോറിറ്റി ഫ്രം ടോപ്പ് ടു ബോട്ടം, അല്ലെ? ടോപ്പ് ടു ബോട്ടം എന്ത് ചെയ്യണം, ഒരു അൺബ്രോക്കൺ കമ്മ്യൂണിക്കേഷൻ ചാനൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറയണത്, നമ്മൾ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ദ സബോർഡിനേറ്റ്സ് മസ്റ്റ് നോ ദെയർ സുപ്പീരിയർ ആൻഡ് വൈസ് വേഴ്സ ദി പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. ഓരോ സബോർഡിനേറ്റ്സും അവരുടെ സുപ്പീരിയർ ആരാണ്, അതുപോലെ തന്നെ സുപ്പീരിയറും അറിയണം അവരുടെ സബോർഡിനേറ്റ്സ് ആരാണ് എന്നുള്ളത് പ്രോപ്പറായിട്ട് അവരറിയണം. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ നമ്മൾ പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. അതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്കേലാർ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ യൂണിറ്റി ഓഫ് കമാൻഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ, ഈച്ച് ഇൻഡിവിജ്വൽ ഷുഡ് റിപ്പോർട്ട് ഓൺ ദി വൺ സുപ്പീരിയർ. ഒരു സബോർഡിനേറ്റ്സ് അല്ലെങ്കിൽ ഒരു എംപ്ലോയി ഒരൊറ്റ സുപ്പീരിയർ പറയണത് മാത്രം കേൾക്കുക, അവരുടെ അണ്ടറിൽ മാത്രം എന്ത് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതിനുള്ള ഗുണം എന്താടാ, കൺഫ്യൂഷൻസുകളൊന്നും നമുക്ക് എന്താ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. വർക്ക് നമുക്ക് കൺഫ്യൂഷൻസുകളും കാര്യങ്ങളും ഉണ്ടായിരിക്കില്ല. സോ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. ഓക്കെ, 5 പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ പ്രിൻസിപ്പിൾസ് ഓഫ് ഒബ്ജക്റ്റീവ്സ്, രണ്ടാമത്തെ ഡിവിഷൻ ഓഫ് ലേബർ, മൂന്നാമത്തെ പ്രിൻസിപ്പിൾ ഓഫ് ഡെഫിനിഷൻ, നാലാമത്തെ സ്കേലാർ ചെയിൻ, അഞ്ചാമത്തെ യൂണിറ്റി ഓഫ് കമാൻഡ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമൈൻ ദ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് ഓഫ് എ മാനേജർ ക്യാൻ എഫക്റ്റീവ്ലി സൂപ്പർവൈസ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൂപ്പർവൈസർ എത്ര നമ്പർ ഓഫ് ആൾക്കാരെ, ഏറ്റവും സബോർഡിനേറ്റ്സിനെ സൂപ്പർവൈസ് ചെയ്യണം എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്ത് വെക്കുന്നതിനാണെന്ന് പറയുന്നത് സ്പാൻ ഓഫ് കൺട്രോൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുപ്പീരിയർ അല്ലെങ്കിൽ ഒരു മാനേജർ അല്ലെങ്കിൽ ടോപ്പ് ലെവലുള്ള ഒരാൾ
എത്ര എംപ്ലോയീസിനെ അല്ലെങ്കിൽ എത്ര സബോർഡിനേറ്റ്സിനെയാണ് എന്ത് ചെയ്യേണ്ടത്, ഇൻസ്ട്രക്ഷൻസുകളും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എത്ര ആൾക്കാരെയാണ് സൂപ്പർവൈസ് ചെയ്യേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യണം, ക്ലിയർ ആക്കി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സോ അത് ഡിറ്റർമൈൻ ചെയ്യുന്നതിനാണ് എന്ന് പറയുന്നത് സ്പാൻ ഓഫ് കൺട്രോൾ. കൺട്രോൾ ചെയ്യേണ്ട ആൾക്കാരുടെ എണ്ണം എത്രയാണെന്നുള്ളത് സെറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, നെക്സ്റ്റ് ആണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ചേഞ്ച് ചെയ്യാൻ ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മുടെ എക്കണോമിയിൽ അല്ലെങ്കിൽ എൻവയോൺമെന്റിൽ വരുന്ന ചേഞ്ചസിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ ചേഞ്ചസ് വരുമ്പോൾ അതിനോട് അഡോപ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലുള്ള സ്ട്രക്ചർ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇത് പ്രിൻസിപ്പിൾസ് ഓഫ് ഫ്ലെക്സിബിലിറ്റിയിൽ പറയുന്നത്. ദ സ്ട്രക്ചർ ഷുഡ് ബി ഫ്ലെക്സിബിൾ ടു അഡോപ്റ്റ് ആൻഡ് ഗ്രോ വിത്ത് ദ ഓർഗനൈസേഷൻ. ഓക്കെ, നമുക്ക് എന്ത് ചേഞ്ച് വന്നാലും അതിനെ അഡോപ്റ്റ് ചെയ്യുന്നതിന് സാധിക്കണം. അതുപോലെ നമുക്ക് എന്ത് ചെയ്യണം, അതിനനുസരിച്ച് നമുക്ക് ഗ്രോ ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒരു സ്ട്രക്ചർ ആയിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ അല്ലേ. യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഹെഡ് ആൻഡ് വൺ പ്ലാൻ ഷുഡ് ഗൈഡ് എ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ്. നമുക്ക് എന്ത് വേണം, ഒരു ഹെഡ് ഉണ്ടായിരിക്കണം, ദെൻ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. അല്ലാതെ കുറേ പ്ലാനുകൾ ഉണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാക്കരുത്. മെയിനായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടായിരിക്കണം, അതിനൊരു ഹെഡ് ഉണ്ടായിരിക്കണം, അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ആ പ്ലാൻ അനുസരിച്ചിട്ട് വേണം നമ്മൾ ഗ്രൂപ്പ് ആക്ടിവിറ്റീസുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കാനായിട്ട്. നോക്കാം, വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ ഷുഡ് ഗൈഡ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് വിത്ത് ദി സെയിം ഒബ്ജക്റ്റീവ്സ് ഫോർ ദി പ്രോപ്പർ കോർഡിനേഷൻ. ആ ഒബ്ജക്റ്റീവിനനുസരിച്ചിട്ടുള്ള ആക്ടിവിറ്റീസുകൾ ആണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് വെക്കുന്നത് വേണ്ടിയിട്ട്, എങ്കിൽ നമുക്ക് ആ ഒബ്ജക്റ്റീവ്സ് എന്ത് ചെയ്യാൻ പറ്റും, വളരെ എളുപ്പത്തിൽ അച്ചീവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സോ അതാണ് എന്തെന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ. ദാറ്റ് മീൻസ് ഒരു ഹെഡ് ഒരു പ്ലാൻ ആയിരിക്കണം അവിടെ ഉണ്ടായിരിക്കേണ്ടത്. അതായിരിക്കും നമ്മുടെ ബാക്കിയുള്ള എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും ഡയറക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ. ദെൻ മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ പറയുന്നുണ്ട്. മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മാനേജ്മെന്റ് ഫോക്കസ് ഓൺലി ദ എക്സെപ്ഷണൽ മാറ്റേഴ്സ് ലിവിങ് റുട്ടീൻ ഡിസിഷൻ ആണ് സംഭവം. അവിടെ മാനേജ്മെന്റ് എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. മാനേജ്മെന്റ് റുട്ടീൻ ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളല്ല കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ള മാറ്റേഴ്സുകൾ ഫോക്കസ് ചെയ്യുക. ലിവിങ് റുട്ടീൻ ഡിസിഷൻ ടു സബോർഡിനേറ്റ്സ്. അല്ലാതെ നമ്മൾ ഏറ്റവും ലോവർ ലെവലിൽ കിടക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങളൊന്നും ടോപ്പ് ലെവലിലുള്ള മാനേജർമാരോ വലിയ ആൾക്കാരോ ഒന്നും എന്ത് ചെയ്യേണ്ട, അത് മൈൻഡ് ചെയ്യാൻ. അത് അവരുടെ തൊട്ട് മുന്നിലുള്ള മാനേജേഴ്സ്, മിഡിൽ ലെവലിലുള്ള മാനേജേഴ്സാണ് അത് ഫോക്കസ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യേണ്ടത്. അതല്ലാതെ ടോപ്പ് ലെവലിലുള്ള മാനേജേഴ്സ് അവർ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, എക്സെപ്ഷണൽ ആയിട്ടുള്ള മാറ്റേഴ്സ് മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. കാരണം അവർ ഈ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ വലിയ കാര്യങ്ങളിൽ അവർക്ക് ശ്രദ്ധ കൊടുക്കുന്നതിൽ അവരുടെ ശ്രദ്ധ കുറയും എന്നുള്ളത് കൊണ്ടാണ് അവിടെ പറയുന്നത് മാനേജ്മെന്റ് എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓർഗനൈസിങ്ങിൻ്റെ ഒരു പ്രിൻസിപ്പളായിട്ട് പറയണത്. നെക്സ്റ്റ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. നമ്മൾ പറഞ്ഞിരുന്നു പ്രോപ്പറായിട്ട് നമ്മൾ റെസ്പോൺസിബിലിറ്റി മാത്രം നമ്മൾ എംപ്ലോയീസിനോ അല്ലെങ്കിൽ നമ്മുടെ കീഴ് ലെവലിലുള്ള ആൾക്കാർക്ക് കൊടുത്താൽ പോരാ, അവർക്കത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അധികാരവും നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറയണത്, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. സോ അതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്നുള്ളതിൽ പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് ബാലൻസ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾസുകളുണ്ട്. മെയിൻ ദി പ്രോപ്പർ ബാലൻസ് ബിറ്റ്വീൻ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ പറഞ്ഞു പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ, സെയിൽസ് എന്നൊക്കെ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഇവരെല്ലാവരും തമ്മിൽ പ്രോപ്പറായിട്ടുള്ള കോർഡിനേറ്റ് വേണം, പ്രോപ്പറായിട്ടുള്ള ഒരു ബാലൻസ് വേണം. ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ എന്തെങ്കിലും കുറവ്, ഒരു ഡിപ്പാർട്ട്മെന്റ് എഫിഷ്യൻ്റ് ആയിട്ട് പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം, അത് ബാധിക്കും എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കി വയ്ക്കുക. സോ അതാണ് പറയുന്നത്, ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും തമ്മിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള പ്രവർത്തനം അവിടെ നടന്നിട്ടുണ്ടായിരിക്കണം. സിംപ്ലിസിറ്റി ആയിരിക്കണം. കീപ് ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളായി, ഭയങ്കര വിശാലമായിട്ട് റിജിഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചറുകളൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സെറ്റ് ചെയ്യാനായിട്ട് പാടില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഫ്ലെക്സിബിലിറ്റി വേണമെന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. സിംപ്ലിസിറ്റി ആയിട്ടുള്ള രീതിയിലുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആയിരിക്കണം ഒരു ഓർഗനൈസേഷനിൽ വേണ്ടത് എന്നുള്ളത്. അടുത്ത സ്റ്റേബിൾ ആയിരിക്കണം. എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ നമ്മൾ ഫിക്സ് ചെയ്യാനായിട്ട് പാടില്ല. സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. സ്ട്രക്ചർ ഷുഡ് ബി റീസണബിളി സ്റ്റേബിൾ ഓവർ ടൈം. ഒരു പ്രത്യേക പീരീഡ് വരെ നമുക്ക് എന്ത് ചെയ്യണം, ആ സ്ട്രക്ചർ നമ്മൾ സ്റ്റേബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആയിരിക്കണം നമ്മൾ ക്രമീകരിക്കേണ്ടതായിട്ടുള്ളത്. അതാണ് സ്റ്റെബിലിറ്റി പ്രിൻസിപ്പിളിൽ പറയുന്നത്. നെക്സ്റ്റ് അക്കൗണ്ടബിലിറ്റി ആയിരിക്കണം. ഹയർ അതോറിറ്റീസ് ആർ അക്കൗണ്ടബിൾ ഫോർ ദി ആക്ടേഴ്സ് ദെയർ സബോർഡിനേറ്റ്സ്. എല്ലാ ഹയർ അതോറിറ്റിമാർക്ക് ഒരു പ്രതിബദ്ധത, കറക്റ്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടബിൾ ആയിരിക്കണം. കാരണം അവർ ഒരു റോങ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യിക്കാതെ പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് അക്കൗണ്ടബിൾ ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യണം എന്നാണ് പറയണത്, ടോപ്പ് ലെവലിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ മാനേജർമാർ സബോർഡിനേറ്റ്സിനോട് ബിഹേവ് ചെയ്യണമെന്നാണ് പറയുന്നത്. അവരോട് ഒരു അക്കൗണ്ടബിൾ ആയിട്ടിരിക്കണം. അതാണ് പറയുന്നത് ഹയർ അതോറിറ്റീസ് ആർ അക്കൗണ്ടബിൾ ഫോർ ദി ആക്ട് ഓഫ് ദെയർ സബോർഡിനേറ്റ്സ് എന്നുള്ള രീതിയിൽ അവിടെ പറയുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട 14 പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ. നോക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് ഒബ്ജക്റ്റീവ്സ്, ഡിവിഷൻ ഓഫ് ലേബർ, പ്രിൻസിപ്പിൾസ് ഓഫ് ഡെഫിനിഷൻ, സ്കേലാർ ചെയിൻ, യൂണിറ്റി ഓഫ് കമാൻഡ്, ദെൻ സ്പാൻ ഓഫ് കൺട്രോൾ പറഞ്ഞു, ഫ്ലെക്സിബിലിറ്റി പറഞ്ഞു, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, മാനേജ്മെന്റ് എക്സെപ്ഷൻ, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി,
പ്രിൻസിപ്പിൾസ് ഓഫ് ബാലൻസ്, സിംപ്ലിസിറ്റി, ദെൻ സ്റ്റെബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന പോയിന്റുകളാണ് ഓർഗനൈസേഷൻ പ്രിൻസിപ്പിളിൽ വരുന്നത്. ഇനി നമുക്ക് നോക്കാം ഓർഗനൈസേഷൻ സ്ട്രക്ചറുകളെ പറ്റിയിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ദ മാനേജ്മെന്റ് ദ ടേം ഓർഗനൈസേഷൻ ഈസ് യൂസ് ടു ടു സെൻസ് ആസ് എ സ്ട്രക്ചർ ആൻഡ് പ്രോസസ്. അപ്പോൾ ഈ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന കാര്യം നമ്മൾ രണ്ട് സെൻസിൽ ഉപയോഗിക്കും എന്നുള്ളതാണ് പറയണത്. ഒന്ന് സ്ട്രക്ചർ എന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂവിലും പറയാം, അല്ലെങ്കിൽ നമുക്കൊരു പ്രോസസ്സായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓർഗനൈസേഷനെ പറയാം. ഇനി ഓർഗനൈസേഷൻ ഈസ് എ സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. വെൻ കൺസിഡേർഡ് ആസ് എ സ്ട്രക്ചർ എൻ ഓർഗനൈസേഷൻ ഈസ് എ നെറ്റ്വർക്ക് ഓഫ് ഒറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ റിലേഷൻഷിപ്പ് എമംഗ് ഗ്രൂപ്പ് മെമ്പേഴ്സ്. അല്ലെ, ഒറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ ആയിട്ടുള്ള എന്തെന്നാ പറയണത്, ഒറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഈ താഴ്ന്ന് ഇങ്ങനെ നേരെ പോകുന്നത്, വെർട്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രൈറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷനിലുള്ള ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് തമ്മിൽ ഒരു വെർട്ടിക്കലോ അല്ലെങ്കിൽ ഒരു ഒറിസോണ്ടൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ ഡിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം, സ്ട്രക്ചർ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാനായിട്ട് സാധിക്കും. അപ്പോൾ വെർട്ടിക്കൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ടോപ്പ് ടു ഡൗൺ ആയിരിക്കും, അല്ലെങ്കിൽ ഡൗൺ ടു ടോപ്പ് ആയിരിക്കും. ഒറിസോണ്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർ, മാനേജർ എ, മാനേജർ ബി, മാനേജർ സി, എംപ്ലോയീസ്, ഇങ്ങനെയുള്ള ഒരേ ലൈനിലുള്ള ആൾക്കാർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും. സോ ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്താ, ഈ ഓർഗനൈസേഷൻ ഒരു സ്ട്രക്ചർ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി ഓർഗനൈസേഷൻ ഇസ് എ പ്രോസസ് എന്ന് പറഞ്ഞാൽ, അക്കോർഡിംഗ് ടു അലൻ എന്ന് പറയുന്ന ആളാണ് പറയുന്നത്, ഓർഗനൈസേഷൻ ഇസ് എ പ്രോസസ് ഓഫ് ഐഡന്റിഫൈങ് ആൻഡ് ഗ്രൂപ്പിംഗ് ദി വർക്ക് ടു ബി പെർഫോംഡ്. എന്തൊക്കെയാണ് ഐഡന്റിഫൈങ് ആൻഡ് ഗ്രൂപ്പിംഗ് ടു work to be performed, and defining and assessing responsibility and authority, and establishing a pattern of relationship so that peoples can work together most effectively and accomplish objectives. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. ഓർഗനൈസേഷൻ ഒരു പ്രോസസ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, നമ്മുടെ ആക്ടിവിറ്റികളൊക്കെ ഐഡന്റിഫൈ ചെയ്യണം, അതിനെ ഗ്രൂപ്പ് ചെയ്യണം, എന്നിട്ട് എന്ത് ചെയ്യണം, ആ റെസ്പോൺസിബിലിറ്റി അതോറിറ്റി ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. സോ ഇതെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം, ഒരു കോമൺ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം. സോ ഇങ്ങനെയാണ് ചെയ്യുന്നത്, കാരണം ഇതൊരു പ്രോസസ്സല്ലേ. നിങ്ങളെന്ന് വെച്ചാൽ ഐഡന്റിഫൈ ചെയ്യുന്നു, ഗ്രൂപ്പിംഗ് ചെയ്യുന്നു, അല്ല റെസ്പോൺസിബിലിറ്റി സെറ്റ് ചെയ്യുന്നു, അതോറിറ്റി സെറ്റ് ചെയ്യുന്നു, ഒബ്ജക്റ്റീവ്സിനനുസരിച്ച് നമ്മളത് അച്ചീവ് ചെയ്തെടുക്കും. ഇതൊരു പ്രോസസ്സ്, ഒരു സ്റ്റെപ്പ് പോലെയല്ലേ നിങ്ങൾക്ക് തോന്നുന്നത്. സോ അതുകൊണ്ട് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ നമുക്കൊരു പ്രോസസ്സാണെന്നുള്ള രീതിയിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. സ്ട്രക്ചർ ആണെങ്കിൽ എങ്ങനെയായിരിക്കും, ഒറിസോണ്ടൽ വെർട്ടിക്കൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. സോ ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ, ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് സെൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഒന്ന് സ്ട്രക്ചർ ആയിട്ടുള്ള സെൻസും ഉണ്ട്, അതുപോലെ തന്നെ ഒന്ന് പ്രോസസ് ആയിട്ടുള്ള സെൻസും ഉണ്ട്. ക്ലിയർ. ഇനി നമുക്ക് നോക്കാം ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ ബേസിൽ നമുക്ക് രണ്ട് ഓർഗനൈസേഷൻ ഉണ്ട്, ഫോർമൽ ഓർഗനൈസേഷൻ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. നമുക്ക് നോക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് നല്ല പരിചയമുള്ളതായിരിക്കാം. ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഫോർമൽ ഓർഗനൈസേഷൻ ഈസ് എ സ്ട്രക്ചർ ഇൻ വിച്ച് ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റി, അതോറിറ്റി ആൻഡ് റിലേഷൻഷിപ്പ് ആർ ക്ലിയർലി ഡിഫൈൻഡ് ബൈ മാനേജ്മെന്റ്. അല്ലേ, ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു ഫോർമൽ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഭയങ്കര എക്സിക്യൂട്ടീവ് ഒക്കെ ആയിട്ട് നല്ല ടോപ്പായിട്ട് ഇൻ ചെയ്ത് ഷർട്ടൊക്കെ അയൺ ചെയ്ത് അങ്ങനെയുള്ള ഒരു ഡ്രസ്സ് ഇടുകയാണെന്ന് വെച്ചാൽ നമുക്കൊരു ഫോർമലാന്ന് പറയും. ഫോർമൽ ഡ്രസ്സ് ഇടുക ഫോർമൽ മീറ്റിങ്ങിലായിരിക്കും. അപ്പോൾ ഫോർമൽ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം അവിടെ എന്തായിരിക്കും, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, അതോറിറ്റി, റിലേഷൻഷിപ്പ് എല്ലാം ക്ലിയർലി നമുക്ക് അവിടെ എന്തുണ്ടായിരിക്കും, മാനേജ്മെന്റ് നമുക്ക് ഡിഫൈൻ ചെയ്ത് തന്നിട്ടുണ്ടായിരിക്കും. ഇനി ഇറ്റ് കാറ്റഗറൈസ് ആക്ടിവിറ്റീസ് വിത്തിൻ ദി എന്റർപ്രൈസസ്, specifies reporting lines and explain the vertical flow of communication connecting the chief executive the employees. അപ്പോൾ ഫോർമൽ ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചർ, അതായത് ഒരു വെർട്ടിക്കൽ ആയിട്ട് ടോപ്പ് ടു, വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും, ടോപ്പ് ടു ബോട്ടം ആയിരിക്കും. അപ്പോൾ ഇവിടെയുള്ള എല്ലാ ലെവലിലും ആരൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും എവിടെ, ഫോർമൽ ഓർഗനൈസേഷനിൽ. ഓക്കെ. ഇനി ചെസ്റ്റർ ബെർണാർഡ് എന്ന് പറയുന്ന ആൾ സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താണ്, ഓർഗനൈസേഷൻ ഈസ് എ ഫോർമൽ വെൻ ദി ആക്ടിവിറ്റീസ് ഓഫ് 2 or more persons ആർ കൺസിസ്റ്റന്റ്ലി കോർഡിനേറ്റഡ് ടുവാർഡ്സ് ദ കോമൺ ഒബ്ജക്റ്റീവ്സ്. അവിടെ എന്തായിരിക്കും, നമ്മൾ പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓരോ ആൾക്കാർ, ഇപ്പോൾ 2 വ്യക്തികളാണ് ചെയ്യുന്നതെന്ന് വെച്ചെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യം പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആ 2 വ്യക്തികളും ആ കോമൺ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ അതാണ് ആര് പറയണത്, ചെസ്റ്റർ ബെർണാർഡ് എന്ന് പറയുന്ന ആള് പറയണത്. ഓക്കെ. ഇനി ഇൻഫോർമൽ ആകുമ്പോൾ എന്തായടാ, നേരെ അതിന്റെ ഓപ്പോസിറ്റ് ആയി. ഇൻഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ റിലേഷൻഷിപ്പ് ബേസ്ഡ് ഓൺ ദി പേഴ്സണൽ പ്രിഫറൻസസ്. ഇവിടെ എന്ത് ബേസ് ചെയ്തിട്ടാടാ, നമ്മുടെ പേഴ്സണൽ പ്രിഫറൻസ്, നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരായിട്ട് നമ്മൾ സംസാരിക്കും. ഓരോ വ്യക്തിക്ക് അവരുടെ പ്രിഫറൻസുകൾ ഉണ്ടായിരിക്കും. അവർക്ക് ലൈക്കുള്ള ആൾക്കാരുണ്ടായിരിക്കും, നമുക്ക് ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും, ഇഷ്ടമില്ലാത്തവരുണ്ടായിരിക്കും. രാദർ ദാൻ റൂൾസ്. ഇവിടെ റൂൾസും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കില്ല, റൂൾസ് ആൻഡ് റെഗുലേഷൻസുകളൊന്നും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കുന്നില്ല. പ്രൊസീജിയേഴ്സ് ഒക്കെ എന്തായിരിക്കും, ഫോർമൽ ആയിരിക്കില്ല. ഓക്കെ. നമുക്ക്
ഒരു ഫോർമൽ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊന്നും അവിടെ നിന്ന് ഉണ്ടായിരിക്കില്ല. ഇവിടെ ഫ്രണ്ട്ഷിപ്പ്, അതുപോലെ തന്നെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്സ്, ട്രസ്റ്റ് ഒക്കെ ആയിരിക്കും ഇവിടെ നിന്ന് ഉണ്ടായിരിക്കുക. ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക എന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വയ്ക്കുക. ക്ലിയർ. ഇനി ഇവിടെ പറയുന്നത് ഇറ്റ് ഇസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ നെറ്റ്വർക്ക് ഓഫ് പേഴ്സണൽ ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ്. ഇവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പേഴ്സണൽ ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ് ആണ്. നോട്ട് എസ്റ്റാബ്ലിഷ് ഓർ റിക്വയർഡ് ബൈ ദി ഫോർമൽ ഓർഗനൈസേഷൻ ബട്ട് അറൈസിങ് സ്പോണ്ടേനിയസ്ലി ആസ് എ പീപ്പിൾ ഇന്ററാക്ട് വിത്ത് ഈച്ച് അതേഴ്സ്. നമ്മൾ സിമ്പിളായിട്ട് എന്തായിരിക്കും ആൾക്കാരായിട്ട് വളരെ ഫ്രീ ആയിട്ട് അവർ സംസാരിക്കാനൊക്കെ സാധിക്കും. നമുക്ക് ഇഷ്ടമുള്ളവരോട് സംസാരിക്കാം. അവിടെ ഡിസ്ലൈക്ക്, ലൈക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള ഓർഗനൈസേഷനുകളാണ് എന്തെന്ന് പറയുന്നത് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ ഫ്ലെക്സിബിൾ ഉണ്ടായിരിക്കുക ഇൻഫോർമൽ ആയിരിക്കും. പക്ഷെ ഫോർമൽ ആണെന്ന് വെച്ചാൽ ഫ്ലെക്സിബിലിറ്റി കുറഞ്ഞാലും ഭയങ്കര ഒരു സ്ട്രക്ചറും സ്റ്റാൻഡേർഡും ഉണ്ടായിരിക്കുക ഫോർമൽ ഓർഗനൈസേഷൻസിലായിരിക്കും. ക്ലിയർ ആണല്ലോ. നമുക്ക് നോക്കാം ഇവ രണ്ടും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസുകൾ എന്തൊക്കെയാണെന്നുള്ളത് കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കാം. ഫോർമൽ ഓർഗനൈസേഷൻ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അതിനൊക്കെ ആയിരിക്കും. ഇറ്റ് ഈസ് ആൻ ഒഫീഷ്യലി എസ്റ്റാബ്ലിഷ്ഡ് സ്ട്രക്ചർ ആൻഡ് റോൾസ് ആർ റെസ്പോൺസിബിലിറ്റീസ് അല്ലേ. നമ്മൾ പറഞ്ഞു ഒരു ഒഫീഷ്യലായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ റോൾസും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇൻഫോർമൽ ആണെങ്കിൽ ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് പേഴ്സണൽ ആൻഡ് സോഷ്യൽ റിലേഷൻ അമംഗ് എംപ്ലോയീസ്. എന്താടാ, ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ്. ഇവിടെ മെയിനായിട്ട് സോഷ്യൽ റിലേഷൻഷിപ്പ് എമംഗ് എംപ്ലോയീസുകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. രണ്ടാമത്തെ നോക്കാം. ക്രിയേറ്റഡ് ഡെലിബറേറ്റ്ലി ബൈ മാനേജ്മെന്റ് ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് അല്ലെ. ഇവിടെ മെയിനായിട്ട് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ എന്താ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ്. ഇനി ഇവിടെ പറയുന്നത് അറേ സ്പോണ്ടേനിയസ്ലി. ഇവിടെ സ്പോണ്ടേനിയസ്ലി ആണ് എന്ത് ചെയ്യണത്, ഇത് എസ്റ്റാബ്ലിഷ് ആവുന്നത് ത്രൂ സോഷ്യൽ ഇന്ററാക്ഷൻ അമംഗ് മെമ്പേഴ്സ്. ആൾക്കാർ തമ്മിലുള്ള സോഷ്യൽ ഇന്ററാക്ഷൻ വഴിയാണ് ഇത് ഉണ്ടാവുന്നത്. ഓക്കെ. മറ്റോടത്ത് എന്താണ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവുന്നത്. പക്ഷെ ഇവിടെ സ്പോണ്ടേനിയസ്ലി ആയിട്ടാണ് ഇവിടെ എന്തുണ്ടാവുന്നത്, ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നത്. ഇനി അതോറിറ്റീസ് ബേസ്ഡ് ഓൺ ദി പൊസിഷൻ ആൻഡ് ഡിസിഷൻ അല്ലെ. അവിടെ അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ പൊസിഷൻ അനുസരിച്ചിട്ടും അവരുടെ ഡെസിഗ്നേഷൻ എന്താണ് എന്നുള്ളത് അനുസരിച്ചിട്ടായിരിക്കും അവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ടായിരിക്കാം, അതോറിറ്റി കൊടുക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ അതോറിറ്റീസ് ബേസ്ഡ് ഓൺ പേഴ്സണൽ ക്വാളിറ്റീസ്, നമ്മുടെ ഓരോരുത്തരുടെ പേഴ്സണൽ ക്വാളിറ്റീസ് അല്ലെങ്കിൽ ആക്സെപ്റ്റൻസ് ബൈ ദി ഗ്രൂപ്പ്, ഓരോ ഗ്രൂപ്പിന്റെ ആക്സെപ്റ്റൻസ് അനുസരിച്ചായിരിക്കും എന്നുണ്ടായിരിക്കാം അവിടെ അതോറിറ്റി എന്നുണ്ടായിരിക്കും. ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ അതോറിറ്റി എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരിക്കാം. ഇനി കമ്മ്യൂണിക്കേഷൻ ഫോളോ ഒഫീഷ്യൽ ചെയിൻ അല്ലെ. കമ്മ്യൂണിക്കേഷൻ ഫോളോസ് ദി ഒഫീഷ്യൽ ചെയിൻ ഓഫ് കമാൻഡ് അല്ലെ. കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറഞ്ഞു ഇവിടെ ടോപ്പ് നമ്മളൊരു വെർട്ടിക്കൽ ലൈനായിരിക്കും ഉണ്ടായിരിക്കുക. താഴെ നിന്ന് മുകളിൽ നിന്ന് താഴോട്ടായിരിക്കും ഓരോ കമ്മ്യൂണിക്കേഷൻ ചാനൽസും പോകുന്നുണ്ടായിരിക്കും. ദാറ്റ് മീൻസ് സ്കെയിലാർ ചെയിൻ ഒക്കെ പോലെ. ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഈസ് ഫ്രീ ആൻഡ് ഇൻഫോർമൽ ആയിരിക്കും. ഇവിടെ കമ്മ്യൂണിക്കേഷൻ അങ്ങനെയൊന്നുമില്ല. ഇവിടെ നമുക്ക് ക്രോസ് ആയിട്ട് ഇവിടെയുള്ള ആൾക്ക് എംപ്ലോയിക്ക് വേണമെങ്കിൽ മാനേജറായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് പോയി സംസാരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫ്ലോ ഒന്നും ഇവിടെ കറക്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കില്ല. ത്രൂ ദി ഒരു ഗ്രേപ്പ് വൈൻ പോലെ ആയിരിക്കും. ഗ്രേപ്പ് വൈൻ എന്ന് പറഞ്ഞാൽ ഒരു മുന്തിരി വള്ളികൾ എന്നൊക്കെ പറയുമ്പോൾ എന്താടാ പല പല ശാഖകളായിട്ടല്ലേ കമ്മ്യൂണിക്കേഷൻ പോകുന്നുണ്ടായിരിക്കുക. സോ അതാണ് ഗ്രേപ്പ് വൈൻ മോഡലായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. ഒരു ഫ്ലോ പോലത്തെ ഒരു ചാർട്ടൊന്നും അവിടെ ഉണ്ടായിരിക്കില്ല. നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അടുത്ത പറയാം ഗവേൺ ബൈ ഫോർമൽ റൂൾസ് ആൻഡ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അറിയാലോ ഫോർമൽ ഓർഗനൈസേഷനിൽ റൂൾസും പോളിസീസും പ്രൊസീജിയേഴ്സും ഒക്കെ ആവശ്യമുണ്ട്. പക്ഷേ ഇവിടെ എന്താ ആവശ്യമില്ല, നോട്ട് ഗവേൺഡ് ബൈ ദി ഫോർമൽ റൂൾസ് ആൻഡ് പോളിസീസ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി സ്റ്റേബിൾ ആൻഡ് പെർമനന്റ് ഇൻ നേച്ചർ. ഫോർമൽ ഓർഗനൈസേഷൻ സ്റ്റേബിൾ ആണ്, പെർമനന്റ് നേച്ചറാണ്. ഇൻഫോർമൽ ആണെന്ന് വെച്ചാൽ ഫ്ലെക്സിബിൾ ചേഞ്ചസ് വിത്ത് നമുക്ക് ഭയങ്കര ഇൻഫോർമൽ ആയിട്ടുള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചേഞ്ചസുകളും കാര്യങ്ങളൊക്കെ നമുക്ക് വരുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ പറയുന്നത്. ഇനി ഫോക്കസ് ഓൺ അച്ചീവിങ് ഓർഗനൈസേഷൻ ഗോൾ എഫിഷ്യൻ്റ്ലി. മെയിനായിട്ട് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഫോർമൽ സ്ട്രക്ചറിൻ്റെ ഫോർമൽ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫോക്കസ് ചെയ്യണത്. ഇവിടെ ഫോക്കസ് ചെയ്യണത് എന്താണ്, സോഷ്യൽ ഇൻട്രാക്ഷൻ, ഫ്രണ്ട്ഷിപ്പ്, മ്യൂച്വൽ സപ്പോർട്ട്, മ്യൂച്വൽ ട്രസ്റ്റ് ഒക്കെയാണ് എന്ത് ചെയ്യണത് ഇൻഫോർമലിൽ അവർ എന്ത് ചെയ്യണത് ഫോക്കസ് ചെയ്യണത്. ക്ലിയർലി ഡിഫൈൻഡ് ഹൈറാർക്കി ആൻഡ് സ്ട്രക്ചർ. ഇവിടെ ഫോർമൽ ആണെന്നുണ്ടെങ്കിൽ ക്ലിയർലി ഹൈറാർക്കിയും സ്ട്രക്ചറൊക്കെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇവിടെ എന്താ പറഞ്ഞത്, നോ ഫിക്സഡ് സ്ട്രക്ചർ ഓഫ് ഹൈറാർക്കി. ഇൻഫോർമൽ ആണെന്നുണ്ടെങ്കിൽ ഒരു ഫിക്സഡ് സ്ട്രക്ചർ അവിടെ ഉണ്ടായിരിക്കില്ല എന്നാണ് പറയുന്നത്. അടുത്താണ് ഫോർമൽ ഓർഗനൈസേഷൻ എൻകറേജ് ഡിസിപ്ലിൻ ആൻഡ് കൺട്രോൾ. നമുക്കറിയാലോ ഒരു ഫോർമൽ ആണെന്ന് വെച്ചാൽ ഒരു ഡിസിപ്ലിനും കൺട്രോളും എന്തുണ്ടായിരിക്കും, പ്രോപ്പറായിട്ട് ഉണ്ടായിരിക്കണം. അതാണ് എൻകറേജ് ഡിസിപ്ലിൻ ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ പറയണത് എൻകറേജ് കോപ്പറേഷൻ ആൻഡ് ഗ്രൂപ്പ് ബിലോങ്ങിനെസ്. ഇവിടെ എന്താ ആൾക്കാർ തമ്മിലുള്ള കോപ്പറേഷനും ഗ്രൂപ്പ് ബിലോങ്ങിനെസ് ഒക്കെ ഇവിടെ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഇൻഫോർമൽ സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള കോപ്പറേഷൻ ആൻഡ് ഗ്രൂപ്പ് ബിലോങ്ങിനെസ് ഒക്കെ അവിടെ ഉണ്ടായിരിക്കണം.
അത് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഓർഗനൈസേഷൻ ചാർട്ട് ഷോയും ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് പൊസിഷൻ. നമ്മളൊരു ഓർഗനൈസേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫോമൽ ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പല ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ടായിരിക്കും, പല ഡിപ്പാർട്ട്മെന്റിൽ പല ഹെഡുകൾ ഉണ്ടായിരിക്കും. ടോപ്പ് ലെവലിലുള്ള ആൾക്കാർ പറയുന്നതിനനുസരിച്ചിട്ട് ഓരോ ആൾക്കാർ അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് സർക്കിളുകൾ, അതുപോലെ തന്നെ ഇൻഫോർമൽ ചാറ്റ് ഗ്രൂപ്പ്സ് എമംഗ് എംപ്ലോയീസുകൾ തമ്മിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ, അവർ ഒരുമിച്ച് നിർവഹിക്കുന്ന സംസാരങ്ങൾ, ദെൻ അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിളുകൾ. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ വരിക. അതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് പറയണത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നോക്കാം എന്തൊക്കെയാണ് ഫോർമൽ ഓർഗനൈസേഷനും അതുപോലെ തന്നെ ഇൻഫോർമൽ ഓർഗനൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത് സിമ്പിളായിട്ട് നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പോൾ നോക്കി ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചു, എന്താണ് ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്, ഡെഫിനേഷൻ എന്താണെന്നുള്ളത് നോക്കി. അതുപോലെ തന്നെ നമ്മൾ എന്താണ് അതിൻ്റെ സ്റ്റെപ്പ് എന്നുള്ളത്, പ്രോസസ്സ് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന പോയിന്റ്സുകൾ നമ്മൾ പഠിച്ചു. ദെൻ നമ്മൾ പഠിച്ചു ഓർഗനൈസേഷൻ 2 പോയിന്റ് ഓഫ് വ്യൂലുണ്ടടാ, ഒന്ന് സ്ട്രക്ചർ എന്നുള്ള രീതിയിലും ഒന്ന് പ്രോസസ്സ് എന്നുള്ള രീതിയിലും ഉണ്ട്. അതിൽ സ്ട്രക്ചർ എന്നുള്ളതിൽ നമ്മൾ 2 സ്ട്രക്ചറുകൾ പഠിച്ചു. ഒന്ന് ഫോമൽ ഓർഗനൈസേഷൻ ആൻഡ് ഇൻഫോമൽ ഓർഗനൈസേഷൻ. ഇവ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കമ്പാരിസൺ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നമ്മളോട് ചോദിക്കാവുന്നതാണ്. നമ്മളതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക, പഠനം ആരും നിർത്തരുത്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഗവൺമെൻറ് ജോലി എന്ന് പറഞ്ഞ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.